ശമ്പളം കൊണ്ട് മാത്രം ഒരാൾക്ക് പണക്കാരനാകാൻ കഴിയുമോ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ പണക്കാരനാകാം? പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവം മാറ്റുന്ന ആ സീക്രട്ട് കോഡ് അറിയാൻ വീഡിയോ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ശമ്പളം കൊണ്ട് മാത്രം ഒരാൾക്ക് പണക്കാരനാകാൻ കഴിയുമോ? ഈ ചോദ്യം നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. മിക്കവാറും പേരുടെ ഉത്തരം ഇല്ല എന്നായിരിക്കും. എങ്കിലും നമ്മൾ എല്ലാവരും ഈ ശമ്പളക്കെണിയിലാണ്. ഓരോ മാസവും 1-ാം തീയതി അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആകുന്നു. മാസം 10 തികയുന്നതിന് മുൻപേ EMI-കളും വാടകയും ബില്ലുകളും കഴിഞ്ഞ് നമ്മൾ വീണ്ടും ശൂന്യമാകുന്നു. ഇതാണോ ജീവിതം? പണത്തിനായി മരിക്കുന്നതുവരെ ഓടിക്കൊണ്ടിരിക്കുക എന്നതാണോ നിങ്ങളുടെ ലക്ഷ്യം? ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സാധാരണ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകാത്ത ഒരു സാമ്പത്തിക സത്യമാണ്. സത്യം പറഞ്ഞാൽ ലോകത്തിലെ വലിയ സമ്പത്ത് സൃഷ്ടിച്ചവരിൽ പലരും അവരുടെ സമയം മാത്രം വിറ്റ് ശമ്പളം വാങ്ങുന്നവരല്ല, മറിച്ച് സമയവും സംവിധാനങ്ങളും സ്വന്തമാക്കുന്നവരാണ്. ചില സാമ്പത്തിക നിരീക്ഷകർ പറയുന്നത് ശമ്പളം നമ്മളെ ഒരു സ്ഥിരമായ ജീവിത രീതിയിൽ പിടിച്ചു നിർത്തുന്നൊരു സംവിധാനമാണെന്നാണ്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പണമില്ലാത്തത് നിങ്ങളുടെ ഭാഗ്യക്കേടാണെന്നാണ്. എന്നാൽ സത്യം അതല്ല. നിങ്ങളുടെ സാമ്പത്തിക ശീലങ്ങൾ നിങ്ങളെ ഒരു ലൂപ്പിൽ തളച്ചിട്ടിരിക്കുകയാണ്. ആ ലൂപ്പ് എന്താണെന്നും അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്നും ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കും. വീഡിയോയുടെ അവസാനമെത്തുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ചിന്താഗതിയെ മാറ്റാൻ സഹായിക്കുന്ന ഒരു ലളിതമായ ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ശമ്പളം 20,000 രൂപയിൽ നിന്ന് 50,000 രൂപയാകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ തീരുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇതിനെയാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. വരുമാനം കൂടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ്. ഒരു ഉദാഹരണം നോക്കാം. പ്രസാദിന് ജോലി കിട്ടിയപ്പോൾ 25,000 രൂപയായിരുന്നു ശമ്പളം. അന്ന് അവനൊരു സാധാരണ ബസ്സിൽ യാത്ര ചെയ്തു. 2 വർഷം കഴിഞ്ഞ് ശമ്പളം 50,000 ആയപ്പോൾ പ്രസാദ് ആദ്യം ചെയ്തത് ഒരു പുതിയ കാർ EMI-ക്ക് എടുക്കുക എന്നതായിരുന്നു. ശമ്പളം കൂടിയെങ്കിലും ഓരോരോ മാസവും കയ്യിൽ ബാക്കിയാകുന്ന തുക പഴയതുപോലെ തന്നെ 0. പണക്കാരനാകാൻ വേണ്ടത് വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, വർദ്ധിച്ച വരുമാനത്തെ പഴയ ജീവിത ചെലവിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള അച്ചടക്കമാണ്. ഈ കെണിയിൽ നിന്ന് പുറത്തു കടക്കാതെ ശമ്പളം എത്ര കൂടിയാലും നിങ്ങൾ സാമ്പത്തികമായി വളരില്ല. ഇനി ചോദിക്കേണ്ട പ്രധാന ചോദ്യം ഇതാണ്: ശമ്പളം കൊണ്ട് പണക്കാരനാകാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ പണക്കാരനാകാം? അതിനുള്ള ഉത്തരമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ആ സീക്രട്ട് കോഡ്. ഇത് കേവലം അക്കങ്ങളുടെ കളി മാത്രമല്ല, പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവം മാറ്റുന്ന 3 ലളിതമായ വഴികളാണ്. പണക്കാരനാകാനുള്ള സീക്രട്ട് കോഡിലെ 1-ാമത്തെ പാഠം ഇതാണ്: ആസ്തികളും ബാധ്യതകളും തിരിച്ചറിയുക. നമ്മുടെ ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം വാങ്ങുന്നത് ബാധ്യതകളാണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസമെന്ന് ഒരു സാധാരണ ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങളൊരു 10 ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു ആഡംബര കാർ വാങ്ങുന്നു എന്ന് കരുതുക. ആ നിമിഷം മുതൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം EMI-ആയും പെട്രോൾ ചെലവായും ഇൻഷുറൻസായും പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ഇതാണ് ബാധ്യത. എന്നാൽ ഇതേ പണം ഉപയോഗിച്ച് നിങ്ങൾ വാടക ലഭിക്കുന്ന ഒരു ചെറിയ കടമുറിയോ അല്ലെങ്കിൽ ലാഭവിഹിതം നൽകുന്ന നല്ല കമ്പനികളുടെ ഓഹരികളോ വാങ്ങിയാൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും ആ നിക്ഷേപം നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം എത്തിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ആസ്തി. പണക്കാർ ആഡംബരങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവരല്ല, മറിച്ച് അവരാദ്യം ആസ്തികൾ നിർമ്മിക്കുന്നു. ആ ആസ്തികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് പിന്നീട് അവർ കാറും വീടും വാങ്ങുന്നു. നിങ്ങളുടെ ശമ്പളം വെറുമൊരു വരുമാനമല്ല, ആസ്തികൾ വാങ്ങാനുള്ള ഒരു ടൂൾ മാത്രമാണ്. അതുകൊണ്ട് ഓരോ തവണ പണം ചെലവാക്കുമ്പോഴും സ്വയം ചോദിക്കുക: ഞാൻ വാങ്ങുന്നത് എൻ്റെ പോക്കറ്റിലേക്ക് പണം തരുന്ന ഒന്നാണോ അതോ പണം കൊണ്ടുപോകുന്ന ഒന്നാണോ? 2-ാമത്തെ സീക്രട്ട് കോഡ്: കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി, പവർ ഓഫ് കമ്പൗണ്ടിങ്. എയ്ൻസ്റ്റീൻ ഇതിനെ ലോകത്തിലെ 8-ാമത്തെ അത്ഭുതം എന്ന് വിളിച്ചത് ചുമ്മാതല്ല. ഇതൊരു ചെറിയ കഥയിലൂടെ മനസ്സിലാക്കാം. രാഹുലും അജുവും 2 സുഹൃത്തുക്കളാണ്. രാഹുൽ തന്റെ 20-ാം വയസ്സിൽ മാസം വെറും 2,000 രൂപ നിക്ഷേപിച്ചു തുടങ്ങുന്നു. എന്നാൽ അജു വിചാരിച്ചു, ഇപ്പോൾ ജീവിതം ആസ്വദിക്കട്ടെ, 35 വയസ്സാകുമ്പോൾ വലിയ തുക നിക്ഷേപിക്കാമെന്ന്. അജു 35-ാം വയസ്സിൽ
മാസം 10,000 രൂപ, രാഹുലിന്റെ 5 ഇരട്ടി നിക്ഷേപിക്കാൻ തുടങ്ങി. സാധാരണ വിപണി വളർച്ചയുടെ ശരാശരി നിരക്കിൽ കണക്കാക്കിയാൽ 60 വയസ്സിൽ 2 പേരുടെയും സമ്പാദ്യം നോക്കുമ്പോൾ രാഹുലിനാണ് കൂടുതൽ ആസ്തി ഉണ്ടായിരിക്കാനുള്ള സാധ്യത. എന്തുകൊണ്ട്? കാരണം രാഹുൽ നിക്ഷേപിച്ച പണത്തിന് വളരാൻ കൂടുതൽ സമയം ലഭിച്ചു. കോമ്പൗണ്ടിങ്ങിൽ നിങ്ങൾ എത്ര രൂപ നിക്ഷേപിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം എത്ര കാലം നിക്ഷേപിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ പണം നിങ്ങൾക്കായി ജോലി ചെയ്യുന്ന ഈ മാന്ത്രിക വിദ്യ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇന്നാണ്. ഇതൊരു ലോട്ടറി അടിച്ചുള്ള പണക്കാരനാകലല്ല, മറിച്ച് ക്ഷമയോടെയുള്ള കൃഷിയാണ്. ഏറ്റവും പ്രായോഗികമായ മൂന്നാമത്തെ സീക്രട്ട് കോഡ് 50/30/20 നിയമം. ശമ്പളം കിട്ടിയാൽ അത് എങ്ങനെ ചെലവാക്കണം എന്നതിനെക്കുറിച്ച് ലോകപ്രശസ്തമായ ഒരു ഫോർമുലയാണിത്. 50% നീഡ്സ്. നിങ്ങളുടെ ശമ്പളത്തിന്റെ പകുതി വാടക, ഭക്ഷണം, കറന്റ് ബില്ല് തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾക്കായി മാറ്റുക. ഇത് നിങ്ങളുടെ നിലനിൽപ്പിനുള്ളതാണ്. 30% സിനിമ കാണുക, യാത്ര ചെയ്യുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക. ജീവിതം ആസ്വദിക്കാൻ ഈ 30% ഉപയോഗിക്കാം. 20% സേവിങ്സ്/ഇൻവെസ്റ്റ്മെന്റ്. ഇതാണ് ഏറ്റവും പ്രധാനം. ശമ്പളം കിട്ടിയാൽ ഉടനെ ഈ 20% മാറ്റിവെച്ചിരിക്കണം. ഇത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള വിത്താണ്. ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ഈ 20% ഇപ്പോൾ എവിടെയാണ് പോകുന്നത്? ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാകും. പലപ്പോഴും അത് അനാവശ്യമായ ഓൺലൈൻ ഷോപ്പിങ്ങിലോ അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ പോകുന്ന ചെറിയ ചെറിയ ചെലവുകളിലോ ആണ് അവസാനിക്കുന്നത്. ഈ 20%-ന് മുകളിൽ നിങ്ങളൊരു നിയന്ത്രണം കൊണ്ടുവന്നാൽ നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ വാതിൽ തുറന്നു കഴിഞ്ഞു. ഇത് വലിയൊരു സാമ്പത്തിക വിദഗ്ധനാകാനുള്ള കാര്യമല്ല, മറിച്ച് നിങ്ങളുടെ ശമ്പളത്തെ മാന്യമായി മാനേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് തിരികെ വരാം. മിക്കവർക്കും ശമ്പളം കൊണ്ട് മാത്രം വലിയ സമ്പത്ത് സൃഷ്ടിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ ശമ്പളം ഒരു വിത്താണ്. ആ വിത്ത് എവിടെ നടണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ശമ്പളം ഒരു സുരക്ഷിതമായ ലൊക്കേഷനാണ്, പക്ഷേ അത് നിങ്ങളെ ഒരേ സ്ഥലത്ത് തന്നെ തളച്ചിടും. ആ തടവറയിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ നിങ്ങൾ പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതിന് പകരം പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പതുക്കെ മാറ്റണം. ഭാഗ്യമല്ല, തീരുമാനങ്ങളാണ് ജീവിതം മാറ്റുന്നത്. നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുവെങ്കിൽ നിങ്ങൾ മാറ്റത്തിന് തയ്യാറാണ് എന്നാണ് അർത്ഥം. നിങ്ങൾ ആ ശമ്പളക്കിനെ പൊട്ടിക്കാൻ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് നിങ്ങളോട് തന്നെയുള്ളൊരു വാഗ്ദാനമാണ്. നമുക്ക് ഒരുമിച്ച് വളരാം. ഈ വീഡിയോ നിങ്ങളുടെ ആ ഒരു സുഹൃത്തിന് ഷെയർ ചെയ്യൂ. ചിലപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ദ തിങ്കിങ് മലയാളി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.